നമ്മൾ ബീഫാണിത്. ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കാണ്ട് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോണത്. ഈ വാല വെച്ചിട്ടുള്ള വെള്ളാംശമൊന്നുമില്ല, കഴുകി നന്നായി വാല വെച്ചിട്ടുള്ള ബീഫാണിത്. 1/2 കിലോ ബീഫാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്, 1/4 കപ്പ് പച്ചമുളക് അരിഞ്ഞു വെച്ചത് നന്നായി ചെറുതാക്കി അരിയുക, എന്നാൽ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടും വേണം. ഇഞ്ചി 1/4 കപ്പ് വേപ്പിൻ്റെ ഇല, 1 മുട്ട. പൊടികൾ ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഞാൻ വെറുതെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഉപ്പ് ആവശ്യത്തിനിടുക, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഈ ബീഫ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി അടിക്കണ്ട, പച്ച ബീഫ് വേവിക്കാത്തത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്താണ് നമ്മൾ കട്ട്ലേറ്റിന് അരിയില്ലേ, അതേപോലെ നെയ്യൊന്നും അധികം ഇല്ലാണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇറച്ചിയാണ്. അത് കാരണം നെയ്യ് ഇതൊന്നുമില്ല, നാര് പോലെ ഒന്നും അധികം ഇല്ല. നമ്മൾ അങ്ങനത്തെ ഇറച്ചി നന്നായി ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കേണ്ടത്, ചെറിയ ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ വേണം. അങ്ങനെ നമ്മൾ ഇറച്ചി മിക്സിയിൽ അടിച്ചെടുക്കുക, അതാണിത്. ഇതിലേക്ക് നമ്മളിനി ഈ ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കാൻ പോവാം. ഈ പൊടികളൊക്കെ ഇടുക, ഉപ്പ് നോക്കിയിട്ടിടുക. അര കിലോ ബീഫ് നന്നായി മിക്സിയിൽ അടിച്ചത്, അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത്, 1/4 കപ്പ് വീതം മുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, 3 1/4 കപ്പ് വീതം നമ്മൾ ഇതിലിട്ടു. അതേപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മളിനി ഈ മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട ഫുള്ള്, മഞ്ഞയും വെള്ളയും എല്ലാം 1 മുട്ട ഫുള്ള് ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെറിയൊരു ബോളാക്കുക. നല്ല വലുപ്പത്തിലാക്കണ്ട, അത് വേവിക്കാത്ത ഇറച്ചിയായത് കാരണം ഉള്ളൊക്കെ വെന്ത് വരണ്ടേ. അപ്പോൾ നമ്മൾ ചെറിയ ബോളുകളാക്കി വെക്കുക. ഇതെല്ലാം അങ്ങനെ ആക്കിയെടുക്കുക. നന്നായി എല്ലാതും കൂടി കുഴച്ചെടുത്തിട്ട് ഇളക്കി കുഴച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ഓരോ ചെറിയ ബോൾസ് ആക്കി വെച്ചു. ഇനി നമ്മൾ ഇത് കയ്യിൽ പരത്തിയിട്ട് വട പോലെ ആക്കിയിട്ടാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. ചീഞ്ചട്ടി ചൂടാക്കിയിടുക. കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ വേണം. ഇത് വേവാത്ത ഇറച്ചിയത് കാരണം ഉള്ളിൽ വേവണ്ടേ. അപ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള ചട്ടി വെക്കണം, അല്ലെങ്കിൽ അത് ഒട്ടി പിടിക്കും നന്നായിട്ട്. കുറച്ചധികം നേരം ഇരുന്ന് മുരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ പരത്തിയിട്ട് ഓരോ ബോൾ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ വെറുതെ ഇതിങ്ങനെ ചെറുതായി പരത്തിയിട്ട് നടുവിലൊരു ഹോൾ ഉണ്ടാക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ട് നമ്മളിലേക്ക് ഇടാം. ചോറിടാൻ പൊട്ടില്ല പെട്ടെന്ന്.
ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ചെയ്യും. നല്ല അതേപോലെ എണ്ണ കുറച്ച് നേരം മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മുകൾ ഭാഗം കൂടി ഒന്ന് മൊഴി, അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ വേഗം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇളകി വരുന്നത് ഇളകി വരുന്ന പോലെ ആവുമ്പോൾ എടുത്ത് മറിച്ചിടും. അതുകൊണ്ട് ആദ്യം തന്നെ മറിച്ചിടാൻ നോക്കിയത് ആകെ മൊത്തം പൊടിയും. നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേവില്ല. നമ്മൾ പച്ചിറച്ചിയല്ലേ, മിക്സിയിലടിച്ച് വേവിച്ചിറച്ചിയല്ലല്ലോ സാധാരണ കട്ട്ലേറ്റ് പോലെ. അപ്പോൾ ഉള്ളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായത് കാരണം ഇങ്ങനെ മൊഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതൊക്കെ മാറ്റി വയ്ക്കാല്ലേ, അതിൽ കിടന്ന് ഇങ്ങനെ കരിഞ്ഞ് എണ്ണ മുഴുവൻ കറക്കും. അതൊരു ചെറിയ പാത്രത്തിൽ മാറ്റി വയ്ക്കും. ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളത് എടുക്കും. നല്ല ഫ്ലെയിമിൽ വെക്കണ്ട, എന്നുവെച്ചാൽ പെട്ടെന്ന് മൊരിഞ്ഞ് മുകൾ ഭാഗം മൊരിഞ്ഞതോ, അപ്പോൾ ഉള്ളിൽ വേവില്ല. ചെറിയ തീയിൽ വെച്ചാൽ മതി. വറുക്കാൻ മാത്രമാണ് നമുക്ക് സമയം വേണ്ടത്. നമ്മളിതിൽ ഉള്ളിയൊക്കെ മാറ്റുക, ഒരു പ്രാവശ്യം വറുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കിടന്ന് കരിയും. നമ്മളിപ്പോൾ ചെയ്ത പോലെ എല്ലാം നമ്മളതേപോലെ തന്നെ വറുത്തിടുക. ഇടുമ്പോൾ ഒന്ന് തീ കൂട്ടി ഫ്ലെയിം കൂട്ടിയിടുക. നന്നായി ഒന്ന് എണ്ണ ചൂടായിക്കോട്ടെ. അതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇടുമ്പോൾ അടി പൊട്ടണില്ല. കണ്ടോ? കേക്ക് നമുക്ക് നല്ല വലുപ്പാക്കാണ്ടിരിക്കാൻ നല്ലത്. ഇങ്ങനെ ഉണ്ടാക്കാറ് ഓരോന്നും ഓരോ വാഴകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് എണ്ണ ആക്കിയിട്ട് തീ ചെറുതാക്കിയില്ല, നേരത്തെ കാണിച്ചില്ല. അതേപോലെ എൻ്റെ പിന്നെ കിടന്ന് മൊരിഞ്ഞ് ഇങ്ങനെ നമ്മൾ എല്ലാം ഊറ്റി വെച്ചിട്ടുള്ളത് വറുത്തെടുക്കുക. നമുക്ക് സ്റ്റാർട്ടറായിട്ടോ മീറ്റ് ബൈറ്റായിട്ടോ ഒക്കെ കഴിക്കാം. നമ്മൾ ഓരോ വായിക്കുള്ളത് തന്നെയുള്ളൂ ഓരോരുത്തർക്ക്. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേർക്കാത്ത ബീഫ് കട്ട്ലേറ്റ് റെഡി.